കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. 4 അജണ്ടകളാണ് കൗൺസിലിൽ പരിഗണിച്ചത്. വാർഷിക പദ്ധതിയിലെ പ്രവൃത്തിയുടെ എഗ്രിമെന്റ് താമസിച്ചത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. 2018 പ്രളയത്തിൽ തകർന്ന 8-ാം വാർഡിലെ അസിപ്പടി പള്ളിപ്പടി റോഡ് അപകടാവസ്ഥയിലായിട്ടും നടപടി വൈകുന്നതിൽ കൗൺസിലിൽ പ്രതിഷേധമുയർന്നു. മന്ത്രിയുടെ ഫണ്ട് അനുവദിച്ചിട്ടും മണ്ണ് പരിശോധനയടക്കമുള്ള കാര്യങ്ങളിൽ നഗരസഭയിലുണ്ടായ വീഴ്ച മൂലം മാർച്ച് 31 47 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കൗൺസിലർ ധന്യ അനിൽ വിമർശിച്ചു. 2018 പ്രളയത്തിൽ നമ്മുടെ മാസ്കോട്ടിന്റെ പുറകുവശത്ത് 8-ാം വാർഡില് വഴി ഇടിഞ്ഞു പോയിട്ട് 7 വർഷം പൂർത്തിയാകുന്നു. നമുക്ക് CMRT ഫണ്ടിൽപ്പെട്ടി 47 ലക്ഷം രൂപ മന്ത്രി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളിതുവരെ അതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മണ്ണ് പരിശോധന നടത്തേണ്ട സമയവും കഴിഞ്ഞുപോയി. 9 മാസം മുൻപാണ് നമുക്ക് മണ്ണ് പരിശോധനയ്ക്ക് മന്ത്രി ഇടപെട്ടുകൊണ്ട് ഇടുക്കി ജില്ല പൈനാവിൽ വന്ന ആളുകളെ കൊണ്ട് ഇവിടെ മണ്ണ് പരിശോധിക്കാനായിട്ട് വന്നതുമാണ്. പക്ഷേ അന്നേ ദിവസം 70,000 രൂപയ്ക്ക് മണ്ണ് പരിശോധന നടത്തി തരാമെന്ന് അവിടെ വന്ന് നോക്കിയവരെ അറിയിച്ചതുമാണ്. അത് പ്രകാരം ഇവിടെ നിന്ന് പറയുകയും ഇവിടെ അജണ്ടയിൽ വെക്കാൻ അറിയിച്ചതുമാണ്. പക്ഷേ അതിനൊരു നീക്കുപോക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മാർച്ച് 31 കൂടി ആ ഫണ്ട് ലാപ്സായി പോവുകയാണ് ചെയ്യുന്നത്. ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി എടുക്കുന്നത് സംബന്ധിച്ച് ആലോചന നടന്നു. നഗരസഭ KSWMP സ്ഥാപനതല തുമ്പൂർമൊഴി പ്ലാന്റ് സ്ഥാപിക്കലിന് പുതിയ ടെൻഡർ നൽകുന്നത് സംബന്ധിച്ചും മുനിസിപ്പൽ ഡംപിംഗ് യാർഡ് ലെഗസി വേസ്റ്റ് റിമൂവൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നയാൾ പ്രവൃത്തി നടപ്പിലാക്കാത്തത് സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നു.